ആക്ച്വലി ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു ഫ്രീഡം ഒക്കെ കിട്ടും എന്നായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഹോംസിക്ക് ആയിപ്പോയി. വിചാരിച്ച എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ആയിപ്പോയി. അത് വല്ലാത്തൊരു റിയാലിറ്റി ആയിപ്പോയി. ഇവിടെ എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്, ഒരു ഗ്യാങ് ഉണ്ട്. പിന്നെ വീട് വിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഞാൻ എൻഡ് ഓഫ് ദ ഡേ വീട്ടിൽ വരണം. ദാറ്റ് ഈസ് എന്റെ കംഫർട്ട് സോൺ. വീട്ടിൽ വരണം, അമ്മ ഉണ്ടാവും, അപ്പ ഉണ്ടാവും, കണ്ണനുണ്ടാവും. ഇത് വേൾഡ് ഇതാണ്. അപ്പൊ പെട്ടെന്ന് അവിടെ ചെന്നപ്പോ റുട്ടീൻ ഡിഫറെന്റ് ആയി. പിന്നെ ഞാൻ പിക്ക് ചെയ്ത കോഴ്സ് വന്നിട്ട് അങ്ങനെ ഡെയിലി ക്ലാസ്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല അവിടെ. ഇപ്പൊ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ ക്ലാസ്സസ് ഉണ്ടാവും, ലെക്ചേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുവരെ ഞാൻ പാർട്ട് ടൈം ജോബിനൊക്കെ നോക്കിയിട്ടുണ്ട് അവിടെ. ചെയ്തിട്ടുണ്ടോ? ഞാൻ അവിടെ കഫേയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടിട്ട് അവിടെ ഐ ഹവ് അപ്രോച്ച് ദം. പക്ഷെ അപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ്. ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് തന്നെ എപ്പോഴും വന്ന് അവിടെ ഫിൽ ഔട്ട് ചെയ്യും. അപ്പൊ ഒന്നും നടന്നില്ല ചുരുക്കത്തിലല്ലേ? ആക്ച്വലി ഞാൻ അവിടെ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി. പക്ഷെ റിയാലിറ്റി അങ്ങ് ഇതായിട്ടില്ല. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവിടെ. തനിച്ച് എന്താണ് അമ്മ ഇവിടെ ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു മിനി ട്രെയിലർ അവിടെ കിട്ടി. സ്വന്തം കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, ലോണ്ടറി ചെയ്യണം, ഇതൊക്കെ ഓണായിരുന്നു. അവിടെ പോക്കറ്റ് മണി സ്വന്തമായിട്ട് കിട്ടുന്നില്ല അല്ലേ? അങ്ങോട്ട് പോക്കറ്റ് മണിക്ക് മാത്രം എനിക്ക് ക്യാമ്പസിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. മാനേജബിൾ ആണ്. ആ കാര്യത്തിൽ വീട്ടുകാരെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്തിട്ടേ ഇല്ല അല്ലേ? അങ്ങനെയുണ്ട്. ഇന്ന് ഞാൻ അറിഞ്ഞ ഒരു ഭയങ്കര രസമുള്ള ഒരു കഥയുണ്ട്. അതായത് ചക്കിയെ ഡേറ്റിന് വിടുന്നത് പോലും അമ്മ ഏത് ഡ്രസ്സ് വരെ ചൂസ് ചെയ്ത് എന്നിട്ട് അമ്മ കാറി കയറ്റി വിടും. പക്ഷെ ഡ്രൈവറോട് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, ഇന്ന കഫേയിലേക്കേ കൊണ്ടുപോകാവുള്ളൂ, അവിടെ നിന്ന് എങ്ങോട്ടും പുറത്തേക്ക് വിടരുത്. ഇതിൽ നിന്ന് പറ്റിച്ചിട്ട്, അമ്മയെ പറ്റിച്ചിട്ട് വേറെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലേ? പാവം അമ്മ വല്ല അറിയുന്നുണ്ടോ? ഇവിടെ ഇരുന്ന് അറിയട്ടെ, കുഴപ്പമില്ല. ഇല്ല, ഞാൻ കോളേജ് ടൈമിലല്ലേ അങ്ങനെ ഡേറ്റിനായിട്ടല്ല. പക്ഷെ ഞാൻ പഠിച്ചത് ഗേൾസ് കോളേജിലാണ്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ പോയി ചേർന്ന ഗേൾസ് കോളേജിനനുസരിച്ച് പോയതല്ലേ? വീട്ടുകാർ കൊണ്ടാക്കിയതൊന്നും അല്ലല്ലോ? അല്ല, ഞാൻ ചെന്നൈയിലെ ഏറ്റവും നല്ല കോളേജ് സ്റ്റെല്ല മാരിസ് അതായിരുന്നു. അപ്പൊ എനിക്ക് എടുക്കാൻ വേണ്ടിട്ടിരുന്ന കോഴ്സിൽ ഏറ്റവും നല്ല കോളേജ് അതായിരുന്നു. അങ്ങനെയൊന്നും പറയരുത്. മെഡ്രാസ് ക്രിസ്ത്യൻ കോളേജ് പഠിച്ച എന്നോട് ചെന്നൈയിലെ ഏറ്റവും നല്ല കോളേജ് സ്റ്റെല്ല മാരിസ് അല്ല, സ്റ്റെല്ല മാരിസ് തന്നെ. അത് പിന്നെ നമുക്ക് ബാധിച്ച് നമുക്ക് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലോയലാന്ന് പറഞ്ഞേനെ. അത് വേറെ കഥ. അതിനെപ്പറ്റി പറയണ്ട, നിറയെ ലോയല ഹേറ്റേഴ്സ് ഉണ്ടാവും ഇപ്പൊ അതിനെപ്പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ നമുക്ക് കമ്പനി എന്ന് പറയുന്നത് ലോയല ബോയ്സ് ആണ്. സ്റ്റെല്ല ഗേൾസിന് ലോയല ബോയ്സ് എല്ലാവർക്കും ചെന്നൈയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കോളേജിൽ ഒരു ബാക്ക് ഗേറ്റ് ഉണ്ട്. അതുവഴി 2-3 പ്രാവശ്യമൊക്കെ ചാടിപ്പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വളരെ ചെറിയ ചെറിയ ചാട്ടങ്ങൾ. അങ്ങനെ ചാടിപ്പോയി. പിന്നെ ഒരു ഡ്രൈവിനൊക്കെ പോകും, നമ്മുടെ മെറീന സ്ട്രെച്ചില് ഡ്രൈവിന് പോകും. ഇതൊക്കെയാണ് പറയാണ്ട് ചെയ്തിരിക്കുന്നത്.